ഗുഡ് മോർണിംഗ് ലേഡീസ് ആൻഡ് ജെന്റിൽമെൻ. നമസ്കാരം. എല്ലാവർക്കും ദൈവത്തിന്റെ രക്ഷയും സമാധാനവും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. താങ്ക് യു സോ മച്ച്. വെൽക്കം ടു ഓറഞ്ച് ആപ്പിൾ മോട്ടിവേഷണൽ മോൺസ്റ്റർ. നമ്മുടെ ഇയർ ഓഫ് ഫോക്കസ് എന്ന് പറയുന്ന ന്യൂ ഇയർ റെസൊല്യൂഷനുമായി ബന്ധപ്പെട്ട ഒരു ഡിസ്കഷനിലാണ് നമ്മളുള്ളത്. സി ഫോക്കസ് എന്ന് പറയുന്നതിന് ഏറ്റവും പ്രധാനപ്പെട്ട ശത്രു ഡിസ്ട്രാക്ഷനാണ്. ഡിസ്ട്രാക്ഷൻ എങ്ങനെയാണ് ശരിക്കും കടന്നു വരാന്നുള്ളതാണ്. എനിക്ക് ഫോക്കസ് ഇല്ല എന്ന് ആരും സ്വയം പറയാറില്ല. നിങ്ങൾക്ക് ഫോക്കസ് കുറവാണ് എന്ന് പറഞ്ഞാൽ അതൊക്കെ ആർക്കും ഇഷ്ടാവൂല. പക്ഷേ ഉപദേശം ചോദിച്ചു വരുന്ന ഒരാൾക്ക് ഉപദേശം കൊടുക്കണം എന്നാണ് തിരുമൊഴി. അപ്പൊ നമ്മള് ഒരാളുടെ ഉപദേശം കൊടുക്കുമ്പോൾ ചിലപ്പോൾ നമ്മള് ഫോക്കസ് കുറവാണ് എന്നൊരാളോട് പറഞ്ഞു പോകും. അത് ചോദിച്ചു വരുമ്പോഴേ പറയേണ്ടതുള്ളൂ, അല്ലാതെ പറയേണ്ടതില്ല. സി നമ്മള് നമ്മളോട് പറയേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് പലപ്പോഴും. എനിക്ക് ഫോക്കസ് കുറവാണ്. ഫോക്കസ് കൂടിയ കറക്റ്റായിട്ടുള്ള ആളുകൾ. കഴിഞ്ഞ ദിവസം കണ്ണൂര് ബസ് ഡ്രൈവ് ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയ്ക്ക് ഡ്രൈവർ സ്റ്റാറ്റസ് വെച്ച ടൈമും ആ ബസ് വളവിൽ മറിഞ്ഞ് അപകടമുണ്ടായി കുട്ടി യാത്രക്കാരൻ മരിച്ച സന്ദർഭവും ഒക്കെ ആളുകൾ പോലീസിനോട് സംസാരിക്കുന്നത് നമ്മൾ കേട്ടു. അവിടെ ഫോക്കസ് യഥാർത്ഥത്തിൽ ആ ഡ്രൈവറുടെ ജോലിയിലാണ് ഉണ്ടാവേണ്ടത്. അതിന് പകരം മറ്റു പലതിലുമായപ്പോൾ കാര്യങ്ങൾ അപകടത്തിലേക്ക് പോയി. ഫോക്കസ് എന്ന് പറയുന്ന സാധനത്തിന് എന്തൊക്കെ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഡിസ്ട്രാക്ട് ചെയ്യുന്നുവോ അത് വലിയ ദുരന്തം ഉണ്ടാക്കും എന്നുള്ളതാണ്. ടൈറ്റാനിക്കിന്റെ അപകടത്തെക്കുറിച്ച് പലപ്പോഴും നമ്മൾ പറഞ്ഞു കേട്ടിട്ടുള്ള സ്റ്റോറി അതാണ്. ഫോക്കസ് ക്യാപ്റ്റന് തെറ്റിയത് കൊണ്ടാണ്, ഡിസ്ട്രാക്ഷൻ ഉണ്ടായത് കൊണ്ടാണ് അത്ര വലിയ ദുരന്തമുണ്ടായത് എന്ന് പല അപകടങ്ങളും ഇന്നും ഉത്തരം കിട്ടാതെ നിൽക്കുന്ന പ്രധാനപ്പെട്ട കേരളത്തിലെ റെയിൽ ദുരന്തങ്ങളിൽ ഒന്നാണ് കൊല്ലത്തെ പെരുമൺ ദുരന്തം. ഇതിലൊക്കെ എവിടെ ഫോക്കസ് ആണോ വിഷയം അല്ലേ വിഷയം എന്നുള്ളതാണ്. പലപ്പോഴും റോഡ് ഉണ്ടാക്കിയ ആളുടെ ഫോക്കസ് ശരിയല്ലെങ്കിൽ റോഡിൽ ഓടുന്ന വാഹനങ്ങൾക്ക് ആക്സിഡന്റ് ഉണ്ടാകും. നമ്മുടെ വീട്ടിൽ നിന്ന് 1 കിലോമീറ്റർ അപ്പുറത്ത് പാണമ്പ്ര വളവ് എന്ന് പറയുന്ന ഒരു വളവുണ്ടായിരുന്നു. ഇപ്പോൾ പുതിയ നാഷണൽ ഹൈവേയുടെ ക്രമീകരണത്തോടു കൂടി ആ വളവ് പൂർണ്ണമായി ഇല്ലാതായി. പക്ഷെ 1984 ഞാൻ പെരുമൺ ദുരന്തത്തെ കുറിച്ച് പറഞ്ഞത് 1988 മറ്റോ ആണ്. 1984 അവിടെ വാഹനാപകടം ഉണ്ടായി. വിവാഹ പാർട്ടി സഞ്ചരിച്ചെന്ന് എനിക്കൊന്നും മാവൂരിന്ന് മറ്റോ അതിലൂടെ പാസ് ചെയ്യുന്നതായിരുന്നു എന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ തീരെ കുഞ്ഞായിരിക്കും. തൊട്ടടുത്ത് എൻ്റെ സ്കൂളിൽ ഞാൻ സ്കൂൾ ലീഡറായിരിക്കുന്ന സമയത്താണ് ഗവൺമെന്റ് അവിടെ നമുക്കൊക്കെ ഡ്യൂട്ടി ആക്ടിവിറ്റീസ് ഒക്കെ വന്ന് ഞാനത് അങ്ങനെ ഓർക്കാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രണ്ടും ഫോക്കസും ഡിസ്ട്രാക്ഷനുമായി ബന്ധപ്പെട്ടതാണ്. 40-ലധികം ആളുകൾ മരിച്ചു. കേരളത്തിലെ ഏറ്റവും വലിയ ബസ് ദുരന്തങ്ങളിലൊന്നാണ്. ബസ് അപകടം ഉണ്ടായി. ടൂറിസ്റ്റ് ബസ് വാടകയ്ക്കെടുത്ത് വിവാഹ പാർട്ടി സഞ്ചരിച്ചിരുന്ന ബസ് കൊക്കയിലേക്ക് നിയന്ത്രണം വിട്ടുമറിഞ്ഞു എന്നൊക്കെ നമ്മൾ പത്രത്തിൽ വായിക്കുമ്പോൾ അവിടെ ബസ് 2 പീസായി മാറി. മുകളിലെ ടോപ്പ് മാറി, താഴെയുള്ളത് മാറി. ആളുകൾ അവിടെ താഴത്ത് ശരിക്കും പാറയായിരുന്നു. പൊടിയും പാറയും കുറ്റിക്കാടും ഒക്കെ ആയിട്ട്, കല്ലുകളും കുപ്പിച്ചില്ലുകളൊക്കെ. അപ്പോ ഓടിക്കൂടിയ ആളുകൾ മെഡിക്കൽ കോളേജിലേക്ക് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്ന അങ്ങനെയുള്ള തിരക്കില്ല. അതിനിടയിൽ ചില ആളുകൾ ഓടിക്കൂടിയിട്ടാണെന്ന് കല്യാണ പാർട്ടി ആയതുകൊണ്ട് ആളുകൾ പണ്ടത്തെ കാലത്തൊക്കെ നമുക്കറിയാം
അയൽപക്കത്തു നിന്ന് വീട്ടിൽ നിന്ന് കുടുംബ ബന്ധു വീട്ടിൽ നിന്നൊക്കെ സ്വർണം വാങ്ങിയിട്ട് ഇട്ടിട്ട് കല്യാണത്തിന് പങ്കെടുക്കും. ആളുകള് അതിനിടെ സ്വർണം അഴിച്ചു കൊണ്ടുപോകുന്നതിനെ കുറിച്ച് ഇന്നത്തെ പോലത്തെ സോഷ്യൽ മീഡിയ ഒന്നും ഇല്ലാത്ത കാലമായതുകൊണ്ട് ഇതിന്റെ റെക്കോർഡ്സ് ഒന്നും നമുക്ക് പറയാനില്ല. പക്ഷേ അത് കണ്ട ആളുകൾക്ക് പിന്നീട് അത് പറയുന്നത് നമുക്ക് കാണാം. ഇതിലൊക്കെ ഫോക്കസ് തെറ്റിയത് കൊണ്ടാണ് അപകടം ഉണ്ടായത് എന്ന് പറയുന്നതും, ആളുകളെ രക്ഷിക്കേണ്ട സമയത്ത് രക്ഷിക്കുന്നതിന് അപ്പുറം മറ്റു ചില ഫോക്കസിലേക്ക് ആളുകൾ പോയതിനെ കുറിച്ച് പറയുന്നതൊക്കെ ചേർത്ത് ഞാൻ പറഞ്ഞെന്ന് മാത്രം. ഇപ്പോ നമ്മൾ പറയാറുണ്ട് പുര കത്തുമ്പോൾ വാഴ വെട്ടുക എന്നോ വേറെന്തൊക്കെ അങ്ങനെ പലതും പറയാറുണ്ട് നമ്മൾ. അപ്പം ഒന്നിനകത്ത് കൂടെ ലഭ്യമാകുന്ന ഒരു ലാഭം ഉണ്ടാക്കിയെടുക്കുന്നത്. അപ്പം അവനവന്റെ ഫോക്കസ് ആണ് അവനവൻ എങ്ങനെ വന്നാലും ചെയ്യും. അപ്പോൾ അത് ഒരു ഹ്യൂമൻ നേച്ചറാണ്, ഹ്യൂമൻ ഫോക്കസ്ഡ് ആണ് ആക്ച്വലി. പക്ഷെ പല കാര്യം വ്യക്തികൾക്ക്, സൊസൈറ്റിക്ക് ഓരോ ആളുകളുടെയും ഫോക്കസ് എന്തിനാണെന്ന് കണ്ടെത്താനൊന്നും കഴിയില്ല. പർട്ടിക്കുലർ വിഷയത്തിൽ എനിക്ക് വേണ്ടത്ര വിജയിക്കാൻ സാധിച്ചില്ല, വേണ്ടത്ര അച്ചീവ് ചെയ്യാൻ പറ്റിയില്ല എങ്കിൽ ആ പർട്ടിക്കുലർ വിഷയത്തിൽ ഫോക്കസ് കുറവായത് കൊണ്ടായിരിക്കും. എന്ന് വെച്ചിട്ട് ഫോക്കസ് ഇല്ലാത്ത ആളായത് കൊണ്ടല്ല, വേറെ എന്തിലൊക്കെയോ ഫോക്കസ് ഉണ്ട്. അപ്പോ ഈ കല്യാണ പാർട്ടിയിലേക്ക് റപ്പായി വരുന്നതിനെ കുറിച്ച് പറയുന്നുണ്ട് നാട്ടുകാർ. അപ്പൊ അദ്ദേഹത്തിന്റെ ഫോക്കസ് ആ ഒരു പർട്ടിക്കുലർ ഏരിയയിലാണ്. അദ്ദേഹത്തിന്റെ ഒരു ഫിസിക്കൽ ഇൻസ്റ്റിങ്റ്റോ ഹോർമോണൽ വേരിയേഷനോ ആണ് ആ കാരണം. ഇവിടെ നമ്മുടെ ഡിസ്ട്രാക്ഷൻ, ഫോക്കസിന്റെ ഏറ്റവും വലിയ ശത്രുവായ ഡിസ്ട്രാക്ഷൻ എങ്ങനെ സംഭവിക്കുന്നു എന്നുള്ളത്, നമ്മളുടെ ഫോക്കസ്, നമ്മളുടെ മൈൻഡിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഫോക്കസുകൾ എന്തൊക്കെയാണെന്നുള്ളതാണ് ആദ്യം കണ്ടുപിടിക്കണം. എൻ്റെ മൈൻഡിന്റെ തേട്ടങ്ങൾ, ആഗ്രഹങ്ങൾ, ഇഷ്ടങ്ങൾ ഏത് ഇഷ്ടത്തോട് ഏറ്റവും കൂടുതലായിട്ടുണ്ടോ ആ ഫോക്കസിലേക്കാണ് ഞാൻ അറിയാതെ പോകുന്നുണ്ടാവും. അപ്പോൾ ഓട്ടോ ഫോക്കസിങ് ആയിട്ടുള്ള നമ്മുടെ മനസ്സിന്റെ ഇച്ഛകൾ അല്ലെങ്കിൽ എമോഷണൽ അട്രാക്ഷൻസുകൾ എന്തൊക്കെയാണെന്ന് കണ്ടുപിടിച്ചെങ്കിൽ മാത്രമേ ഒരാൾക്ക് യഥാർത്ഥത്തിൽ അയാളുടെ ഫോക്കസ് തെറ്റിപ്പോകുന്ന കാര്യങ്ങൾ, ഡിസ്ട്രാക്ഷൻസ് എന്താണെന്ന് മനസ്സിലാവാം. ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി പലർക്കും സംഭവിക്കാത്തത് അവർക്ക് ഫൈനാൻസ് ഇല്ലാത്തത് കൊണ്ടോ ഉണ്ടാവാത്തത് കൊണ്ടൊന്നല്ല. പക്ഷെ ഫിനാൻഷ്യൽ സേവിങ്സിലോ സ്റ്റെബിലിറ്റിയിലോ അവർ ഫോക്കസ്ഡ് ആവണം എന്നില്ല എന്നതുകൊണ്ടാണ്. വേറെ കുറേ കാര്യങ്ങൾ അവർ ഫോക്കസ്ഡ് ആയിരിക്കും. ബാക്കിയുള്ള എല്ലാ ഫോക്കസും കൂടി ഒരുമിച്ച് നിർത്തി ഇതിലേക്ക് തിരിഞ്ഞു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ഫിനാൻഷ്യൽ ഫോക്കസ്ഡ് ആവുന്നത് കാണാൻ പറ്റും. ഇതുപോലെയാണ് ഇയർ ഓഫ് ഫോക്കസിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. ഡിസ്ട്രാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യുക എന്നുള്ളത് ഫോക്കസ് കറക്റ്റ് ചെയ്യണമെങ്കിൽ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യമാണ്. ഇപ്പോൾ ഡിസ്ട്രാക്ഷൻസ് എന്ന് പറയുന്നത് അവനവന്റെ ഇഷ്ടങ്ങളാണ്. യഥാർത്ഥത്തിൽ ഫോക്കസ്ഡ് ആവും, നമ്മൾ ഓട്ടോ ഫോക്കസ്ഡ് ആയിട്ടുള്ള കാര്യങ്ങളെയാണ് നമ്മൾ ഡിസ്ട്രാക്റ്റഡ് ആവുക എന്ന് പറയും. ചില കമ്മിറ്റികളൊക്കെ കൊടുക്കുന്ന സമയത്ത് റഹ്മാൻക്ക, ഇവിടെ കുറെ കമ്മിറ്റി ഭാരവാഹികളുണ്ട്, ഷിയാബ് സാറ്, റഹിമ മാഡം. നമ്മൾ ആലോചിച്ച് നോക്കേണ്ടത് ഈ കമ്മിറ്റിയിലൊക്കെ ട്രഷറർ എന്ന് പറയുന്ന ആളെ നമ്മൾ ചുമതലപ്പെടുത്താറുള്ളതുകൊണ്ടാണ്. അദ്ദേഹം അതിൻ്റെ ഫിനാൻഷ്യൽ കാര്യങ്ങൾ വളരെ കറക്റ്റായിട്ട് സൂക്ഷ്മതയോടുകൂടി ശ്രദ്ധിക്കും, വളരെ ഫോക്കസ്ഡ് ആയിരിക്കും. പൈസയുള്ള ആളുകളെ അതിനാക്കുന്നതാണ്. മാനേജർ എന്ന ചെയർമാന് മീറ്റിംഗ് ഒക്കെ വളരെ ശ്രദ്ധാപൂർവം ഇരുന്ന് അച്ചടക്കം ഉണ്ടാക്കാൻ വേണ്ടി ഫോക്കസ്ഡ് ആയിട്ട് ശ്രദ്ധിക്കുന്ന ആളുകളായിരിക്കും. കാര്യങ്ങൾ ഭംഗിയായിട്ട് നടത്തുന്ന ബാക്ക് സൈഡിൽ നിന്ന് ഓർഗനൈസ് ചെയ്യുന്ന ആളുകളെ കോർഡിനേറ്റേഴ്സിനും ഓർഗനൈസേഴ്സിനും ജനറൽ സെക്രട്ടറിമാരെയൊക്കെ ആക്കുന്നതാണ്. ഇങ്ങനെയുള്ള ഹ്യൂമൻ നേച്ചർ ബേസ്ഡ് ആയിട്ട് ഓട്ടോ ഫോക്കസ്ഡ് ആയിട്ടുള്ള ഒരുപാട് ആളുകളെ നമ്മൾ ഓരോ കാര്യങ്ങൾക്ക് വേണ്ടി കൃത്യമായിട്ട് ഉപയോഗപ്പെടുത്താം. ഇതൊക്കെ ഉദാഹരണങ്ങൾക്ക് വേണ്ടി ഞാൻ പറഞ്ഞെന്ന് മാത്രം. തിരിച്ച് അല്ലെങ്കിൽ മറിച്ച് ഞാനും നിങ്ങളും അവനവന്റെ ഫോക്കസുകൾ, ഓട്ടോ ഫോക്കസുകളായി പോകുന്ന പ്രധാനപ്പെട്ട ഇഷ്ടങ്ങൾ എന്താണെന്നുള്ളത് കണ്ടുപിടിക്കാനാണ് ഏറ്റവും ആദ്യത്തെ ജോലി. എങ്കിൽ മാത്രമാണ് ഈ വർഷം ഏത് ഏരിയയിലാണ് 70% ഫോക്കസ് കൊടുക്കുന്നത് ആ ഏരിയക്ക് ഒരു ഇമ്പോർട്ടൻ്റ്, ഒരു യാഥാർത്ഥ്യം, ഒരു കൃത്യമായ ഉത്തരം അല്ലെങ്കിൽ ഒരു വലിയ അച്ചീവ്മെന്റ് ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും. ഡിസ്ട്രാക്ഷൻസ് ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള അല്ലെങ്കിൽ ഓട്ടോ ഫോക്കസുകൾ ഫൈൻഡ് ഔട്ട് ചെയ്യാന്നുള്ള നമ്മളുടെ ജോലിയാണ് ഇന്നു മുതൽ ആരംഭിക്കേണ്ടത്. ഇയർ ഓഫ് ഫോക്കസ് സീരിയസ് ആവണമെങ്കിൽ ഈ ഏരിയകളിലേക്ക് നമ്മൾ കടക്കേണ്ടതുണ്ട് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ലെറ്റ് us ഫൈൻഡ് അവർ ഓട്ടോ ഫോക്കസ്. നമ്മളുടെ ഓട്ടോ ഫോക്കസുകൾ എന്തൊക്കെയാണ് എന്നുള്ളത് കണ്ടുപിടിക്കാൻ സാധിക്കണം. ഇനി അത് എങ്ങനെയൊക്കെ ആവും എന്നുള്ളത് നമുക്ക് അതിന് ഉദാഹരണങ്ങൾ നാളെ
നമ്മൾ പറയാം ഇൻഷാല്ല. സോ ലെറ്റ് us wind up for the day. I wishing you all the very best and have a great day and God bless you. Thank you so much. തൊട്ടടുത്ത് മൈക്കിൻ്റെ അടുത്തുള്ള ഒരാൾക്ക് പെട്ടെന്ന് മൈക്ക് എടുത്തിട്ട് എന്തെങ്കിലും ഒന്നോ രണ്ടോ വാക്കുകൾ പറയാനുള്ള ഒരു സമയമുണ്ട്, പെട്ടെന്ന് പറയാവുന്നതാണ്. താങ്ക് യു. മുഴുവനായിട്ട് കേട്ട ആളുകൾക്ക് പറയുന്നത് എളുപ്പമായിരിക്കും. ഇല്ലെങ്കിൽ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. റഹ്മാൻ സാർ അല്ലെങ്കിൽ കോയക്കാരെങ്കിലും ഉണ്ടെങ്കിൽ